ഇത് കാണുമ്പോൾ നിസാരാക്കി തള്ളരുത് കേട്ടോ. എനിക്കിത് ഉണ്ടാക്കി വെച്ചത് മാത്രമേ ഓർമ്മയുള്ളൂ. പിന്നെ നോക്കുമ്പോൾ പാത്രം കാലി. അപ്പോൾ ഊഹിക്കാലോ, ആദ്യം കുറച്ച് നെയ്യിൽ അണ്ടിപ്പരിപ്പ് ഒന്ന് വറുത്ത് മാറ്റാം. ഇനി അതേ നെയ്യിലേക്ക് ഒരു 300 ഗ്രാം അളവിൽ മത്തങ്ങ അരിഞ്ഞത് ഇട്ട് കൊടുത്ത് ഒന്നങ്ങ് സോഫ്റ്റ് ആവുന്ന സമയത്ത് ഒരു 1/4 കപ്പ് പഞ്ചസാര ചേർത്ത് ഒന്നങ്ങ് വഴറ്റിയെടുക്കുന്നുണ്ട്. പിന്നെ ഞാൻ ഈ ഒരു ഐറ്റത്തിന് വേണ്ടിയിട്ട് മൊത്തം ഒരു 1.5 ലിറ്റർ കാച്ചിയ പാലാണ് എടുക്കുന്നത്. അപ്പോൾ അതിൽ നിന്ന് കുറച്ചെടുത്ത് മത്തങ്ങ ഒന്നങ്ങ് വേവിച്ചെടുക്കാം. വേവുന്ന സമയം കൊണ്ട് നമ്മുടെ 1.5 ലിറ്റർ പാലിൽ നിന്ന് ഒരു 1/2 കപ്പ് പാലിലേക്ക് 3 ടേബിൾ സ്പൂൺ കോൺഫ്ലോർ ചേർത്ത് മിക്സ് ചെയ്ത് അതങ്ങോട്ട് മാറ്റിവെക്കാം. ആ സമയം കൊണ്ട് മത്തങ്ങ വെന്തിട്ടുണ്ടാവും. ഇനി ഇതിൽ നിന്ന് പകുതി മത്തങ്ങയും പാലും എടുത്ത് ഒരു മിക്സിയുടെ ജാറിലേക്ക് ഇട്ടിട്ട് നല്ലപോലെ തന്നെ അങ്ങോട്ട് അരച്ചെടുക്കാം. എന്നിട്ട് നമ്മുടെ കോൺഫ്ലോർ മിക്സ് ചേർത്ത് ഒരു 1-2 മിനിറ്റ് ഒന്നങ്ങ് വഴറ്റിയെടുക്കുന്നുണ്ട്. കോൺഫ്ലോറിന്റെ പച്ചച്ചൊവയൊക്കെ അങ്ങോട്ട് മാറിക്കോട്ടെ. എന്നിട്ട് അരച്ചു വെച്ചിരുന്ന മത്തങ്ങ പേസ്റ്റും ചേർത്ത് ജസ്റ്റ് ഒന്നും കൂടി ഒന്ന് മിക്സ് ചെയ്തതിന് ശേഷം നമ്മുടെ കയ്യിലുള്ള ബാക്കി പാലുണ്ടല്ലോ അത് മൊത്തത്തിൽ അങ്ങോട്ട് ഒഴിച്ച് ഒന്നങ്ങ് ഇളക്കിയെടുത്ത് ഇനി പോരാത്ത മധുരത്തിന് ഞാനിവിടെ കണ്ടൻസ്ഡ് മിൽക്കാണ് ചേർത്ത് കൊടുക്കുന്നത്. അപ്പോൾ അതിന് പകരമായിട്ട് പഞ്ചസാര വേണമെങ്കിൽ അങ്ങനെ ചേർത്ത് കൊടുത്താൽ മതി. എന്നിട്ടൊരു ഇത്തിരി ഏലക്കാപ്പൊടിയും ഒരിത്തിരി ഉപ്പും പിന്നെ നമ്മൾ വറുത്ത് വെച്ചിരുന്ന അണ്ടിപ്പരിപ്പുണ്ടല്ലോ അതൊക്കെ ഇട്ടിട്ട് നമുക്ക് ഫ്ലെയിം ഓഫ് ആക്കാം കേട്ടോ. അപ്പം മത്തങ്ങാന്ന് വിചാരിച്ച് ഇതാരും ഉണ്ടാക്കാതിരിക്കരുത്. നല്ല ടേസ്റ്റുള്ള പായസമാണ്, ഒന്നും പറയാനില്ല. അപ്പോൾ എല്ലാവരും ഇതുപോലെ ഒന്ന് ഉണ്ടാക്കിയിട്ട് അഭിപ്രായം പറയണേ. അടിപൊളിയാണ്.